പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ കാട്ടാനശല്യം നിത്യസംഭവമായി. ഒറ്റയ്ക്കും കൂട്ടമായുമെല്ലാം എത്തുന്ന ആനകൾ വ്യാപക നാശമാണ് വിതയ്ക്കുന്നത്. കൃഷിനാശത്തിലൂടെ മാത്രമല്ല, കയ്യാലകളും മതിലുകളും തകർക്കപ്പെടുന്നതിലൂടെയും കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറ വനമേഖലയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയാണ്. എന്നാൽ വനത്തിലെന്ന പോലെയാണ് രാത്രിയിൽ ഇവിടെ ആനകൾ എത്തുന്നത്. ഒരു ദിവസം പോലും ഇടവേളയില്ല. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൂട്ടമായാണ് ആനകൾ കൃഷിയിടങ്ങളിൽ വിളയാടുന്നത്. ചിലപ്പോഴൊക്കെ ഒറ്റയാനും എത്താറുണ്ട്. എല്ലാത്തരം കാർഷിക വിളകളും ആനക്കൂട്ടം തീറ്റയാക്കിയോ ചവിട്ടിമെതിച്ചോ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. വാഴയും കപ്പയും തെങ്ങും പൈനാപ്പിളുമെല്ലാം നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ആനകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ, ചിലപ്പോൾ 2, ചിലപ്പോൾ 3, ചിലപ്പോൾ 5, 6. കഴിഞ്ഞ രാത്രി 5-6 ആനകൾ വന്നായിരുന്നു. അന്ന് വരുമ്പോഴൊക്കെ ഈ കയ്യാല കണ്ടമാനം നശിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ വാഴ, പ്ലാത്തേലുള്ള ചക്ക, കന്നാരച്ചക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. കൃഷിനാശം മാത്രമല്ല, കയ്യാലകളും മതിലുകളും തകർക്കപ്പെടുന്നതും വലിയ നഷ്ടം വരുത്തിവെക്കുന്നുണ്ട്. 100 കണക്കിന് ഭാഗങ്ങളിലാണ് കയ്യാലകൾ തകർത്തിട്ടിരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്ത മതിലുകൾ പോലും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഒരു തവണ തകർന്ന കയ്യാലയോ മതിലോ പുനർനിർമ്മിച്ചാലും വൈകാതെ വീണ്ടും തകർക്കപ്പെടുന്ന അവസ്ഥയുമുണ്ട്. ഈ കയ്യാലയുടെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ നഷ്ടമല്ല കയ്യാലയ്ക്കൊക്കെ വരുന്നത്. വലിയ കയ്യാലകൾ, അതിനിപ്പോൾ അത്രമാത്രം ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് തോന്നുന്ന രീതിയിൽ കയ്യാല പൊളിച്ച് പറമ്പിൽ കയറുകയാണ്. അപ്പോൾ ഈ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള നഷ്ടമുണ്ട്. വീട്ടുമുറ്റത്തും മെയിൻ റോഡിലും ഇടവഴിയിലുമെല്ലാം ആനകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. രാത്രിയിൽ വീടിന് പുറത്തിറങ്ങുന്നവർ ആനയുടെ മുന്നിൽ പെട്ടെന്ന് വരാം. അധികാരികളോട് പരാതി പറഞ്ഞു മടുക്കുന്നതല്ലാതെ പരിഹാര നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പലതവണ ആനശല്യത്തിനിരയായിട്ടുള്ള കിഴക്കേ ഭാഗം ആന്റണി പറഞ്ഞു. കാട്ടിൽ നിന്ന് ഏതാണ്ട് 4-5 കിലോമീറ്റർ അകലെയാണ് ഈ വെറ്റിലപ്പാറ എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ ഇവിടെയും ശല്യം തുടങ്ങിയിട്ട് 2-3 വർഷങ്ങളായി. അധികാരികളുടെ അടുത്ത് പലരും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. KCV ന്യൂസ്, വെറ്റിലപ്പാറ.